ഓം ശാന്തി. ധർമ്മം എന്നാൽ ധാരണ. ബ്രാഹ്മണ ആത്മാക്കളുടെ ഒരു ധർമ്മമാണ് മുഖ്യമായ ധാരണയാണ് പവിത്രത. ഒരു രാജ്യമെന്നാൽ കേവലം പരമാത്മാവിൻ്റെ ശ്രീമതത്തിൻ്റെ രാജ്യമാണ്. ഇത് നാച്ചുറൽ രൂപത്തിലുണ്ടാകുന്നതാണ് സ്വർഗം. ഒരു രാജ്യം, ഒരു ധർമ്മത്തിൻ്റെ സംസ്കാരം ഈ സമയത്ത് അനുഭവം ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വസ്വരൂപത്തെ കാണുന്നു. ഭൃഗുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ബിന്ദു ആത്മാവാണ്. ഞാൻ സംഗമവാസി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. പവിത്രത എൻ്റെ ധർമ്മമാണ്. എൻ്റെ വിശേഷ ധാരണയാണ്. ഞാൻ സദാ മനസ്സും വചനവും കർമ്മവും സംബന്ധ സമ്പർക്കത്തിൽ സമ്പൂർണ്ണ പവിത്രമാണ്. പവിത്രത എൻ്റെ നാച്ചുറൽ നേച്ചറാണ്. ഞാൻ ആത്മാവിൻ്റെ അനാദി ആദി സ്വരൂപം പവിത്രമാണ്. സത്യയുഗി രാജ്യത്തിൽ പവിത്രതയുടെ സ്വധർമ്മം നാച്ചുറൽ നേച്ചറാണ്. സംഗമയുഗത്തിൽ പവിത്രതയുടെ ധാരണ നാച്ചുറലായിരിക്കുന്നു. മനസാ വാചാ കർമ്മണ അപവിത്രതയുടെ അംശം പോലുമില്ല. എൻ്റെ ഒരു ധർമ്മമാണ്, ഒരു രാജ്യമാണ്. എൻ്റെ മനസ്സ് ഒരു പരമാത്മാവിൻ്റെ ശ്രീമതമനുസരിച്ച് മുന്നോട്ടു പോകുന്നു. ഓരോ കർമ്മേന്ദ്രിയങ്ങളും ശ്രീമതമനുസരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു പരമാത്മാവിൻ്റെ രാജ്യമാണ്, ഒരു ശ്രീമതത്തിൻ്റെ രാജ്യമാണ്. ശിവബാബ എൻ്റെ ഹൃദയത്തിലെ രാജാവാണ്. സംഗമത്തിലെ ഒരു രാജ്യത്തിൻ്റെ ആധാരത്തിലാണ് ഞാൻ ഭാവിയിലെ രാജ്യ അധികാരിയാകുന്നത്. സംഗമയുഗത്തിൽ പരമാത്മാ ഒരു ധർമ്മം മാത്രം സ്ഥാപിച്ച് അനേക ധർമ്മത്തിൻ്റെ വിനാശം നടത്തുന്നു. എല്ലാ ആത്മാക്കളെയും തിരിച്ചു കൊണ്ടുപോകുന്നു. ഒരു ധർമ്മസ്ഥാപനയുടെ ആത്മാക്കൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മനുഷ്യരുടെ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള പ്ലാൻ നടക്കുകയില്ല. ആത്മാക്കൾ പരമധാമത്തിൽ നിന്നും പാർട്ടഭിനയിക്കാനായി വന്നുകൊണ്ടേയിരിക്കും. ബാബ മാത്രമാണ് ഒരു ധർമ്മത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്. ഇതാണ് ഈശ്വരീയ പ്ലാനിംഗ്. ഞാൻ അമരലോകത്തിൻ്റെ സ്ഥാപനയിൽ നിമിത്തമാണ്. നിർവികാരി ലോകത്തിൽ ദുഃഖവുമില്ല, പാപവുമില്ല. ഈശ്വരീയ കുടുംബത്തിൻ്റെ പ്ലാനാണ് അനേക ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും. ബാബ പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും മുകളിൽ വീട്ടിലേക്ക് പോകും. വളരെ കുറച്ച് ആത്മാക്കൾ മാത്രമുണ്ടാകും.
പരിധിയില്ലാത്ത അച്ഛൻ, ടീച്ചറും സദ്ഗുരുവും കൂടിയാണ്. ഒരു സമയത്ത് മനുഷ്യന്റെ ആയുസ് 125 മുതൽ 150 വർഷം വരെ ആയിരുന്നു. ഇതാണ് അമരലോകം. ഒരിക്കലും അകാല മൃത്യു ഉണ്ടാവില്ല. സത്യയുഗം നിർവികാരി ലോകമായിരുന്നു. പവിത്ര ഗൃഹസ്ഥാശ്രമമായിരുന്നു. ഞാൻ പുതിയ അമരലോകത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ മൃത്യുലോകത്തിന്റെ അന്തിമമാണ്. അതിനാൽ പെട്ടെന്ന് പഠിച്ച് സമർത്ഥശാലിയായി മാറണം. ബാബ ദിവസവും ജാഗ്രത നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. ഇതിലൂടെ വികർമ്മം വിനാശമാക്കൂ. ആത്മാവിലെ കറകളില്ലാതാകുന്നു. ഞാൻ കരയുന്ന കലയിലൂടെ സുഖധാമത്തിലേക്ക് പോകും. സത്യയുഗത്തിൽ 9 ലക്ഷം ആത്മാക്കളായിരിക്കും. ബാക്കി എല്ലാവരും തൻ്റെ വീടായ പരമധാമത്തിലേക്ക് പോകും. ഇതാണ് ഈശ്വരീയ കുടുംബാസൂത്രണം. ഈ പ്ലാനിംഗ് പരിധിയില്ലാത്ത ബാബയുടെ കയ്യിലാണ്. ബാബ തന്നെയാണ് ദുഃഖധാമത്തെ സുഖധാമമാക്കി മാറ്റുന്നത്. ബാബ മുക്തമാക്കുന്നവനുമാണ്, ദയാഹൃദയനുമാണ്, ആനന്ദസാഗരനുമാണ്. എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. ഞാനിപ്പോൾ ഈ പഴയ ലോകത്തെ മറക്കുന്നു. മധുരമായ വീടും സ്വർഗത്തിലെ ചക്രവർത്തി പദവിയും ഓർമ്മിക്കുന്നു. ബാബ സർവരുടെയും സദ്ഗതിദാതാവാണ്. ബാബയുടെ ഓർമ്മയിലൂടെ തീർച്ചയായും പവിത്രമായി മാറണം. നിർവികാരി ലോകത്തിലേക്ക് പോകണം. ഇനി സമയം കുറച്ചു മാത്രമേ ഉള്ളൂ. എന്നെ നിരാകാരനായ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. 21 ജന്മത്തേക്ക് ബാബ സുഖം നൽകുന്നു. പുതിയ ലോകത്തെ സ്ഥാപിക്കുന്നതിന് കുട്ടികളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജധാനി പൂർണ്ണമായാൽ പിന്നീട് വിനാശമുണ്ടാകും. വിഷ്ണുപുരിയിലേക്ക് പോകാൻ സ്വയം യോഗ്യനാവണം. അശുദ്ധമായത് കഴിക്കുന്നതും കുടിക്കുന്നതും ത്യാഗം ചെയ്യണം. വിനാശത്തിന് മുമ്പ് തൻ്റേതെന്തെല്ലാമുണ്ടോ അത് സഫലീകരിക്കണം. പെട്ടെന്ന് പഠിച്ച് സമർത്ഥനാകണം. ഒരു വികാരവും ഉണ്ടാകരുത്. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പരാതികളെ ഓർമ്മയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന നിരന്തര യോഗിയാകൂ. സംഗമയുഗത്തിന്റെ വിശേഷതയാണ് ഇപ്പോൾ സ്മൃതി സ്വരൂപം, ഇപ്പോൾ പ്രാപ്തിയുടെ അനുഭവം. ഭാവിയുടെ ഗ്യാരണ്ടിയുള്ളതാണ്. എന്നാൽ ഭാവിയേക്കാളും ശ്രേഷ്ഠ ഭാഗ്യം ഇപ്പോഴത്തേതാണ്. ഞാൻ ഈ ഭാഗ്യത്തിന്റെ ലഹരിയിൽ കഴിയുന്നു. അപ്പോൾ സ്വതവേ ഓർമ്മയുണ്ടാകുന്നു. എവിടെ ഓർമ്മയുണ്ടോ അവിടെ പരാതിയില്ല. പരാതി വിട്ട് സ്വതവേ യോഗി നിരന്തര യോഗിയാകുന്നു. ആരാണോ സ്വയം അതിഥി എന്ന് മനസ്സിലാക്കി നടക്കുന്നത് അവരാണ് മഹത്തായ സ്ഥിതിയുടെ
അനുഭവം ചെയ്യുന്നത്. ബാബ തന്നിരിക്കുന്ന സൂചനയാണ്. സംഘടനയുടെ ബലം, പരസ്പര സഹയോഗം നൽകുന്നതിൻ്റെ ബലം, സഹനശീലതയുടെ ബലം ശേഖരിക്കൂ. എങ്കിൽ മായക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഒന്നിൻ്റെ ലഹരിയിൽ മുഴുകി ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പ്രത്യക്ഷതയുടെ ലക്ഷണം കാണപ്പെടുന്നു. ഓം ശാന്തി.